ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോമ്പൊക്കെ തുറന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്നൊരു ഗ്ലാസ് കഴിച്ചാൽ മതി. നമുക്ക് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ലൊരു കുളിർമ ലഭിക്കുന്ന സൈസ് ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഞാൻ 3/4 ഗ്ലാസ് വെള്ളം ഒരു പാനിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അല്പം ഫുഡ് കളർ ചേർത്തിട്ട് നമുക്കതൊന്ന് മിക്സാക്കി വെക്കാം. ഇനി ഞാനതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ മിക്സാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നിർത്താണ്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് നന്നായി കുറുകി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. അത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കതൊരു നെയ്യ് തടവിയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ചവ്വരി വേവിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചവ്വരി, 2 ടേബിൾ സ്പൂൺ സേമിയയാണ് ഇട്ടിരിക്കുന്നത്. അത് രണ്ടും കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി ഞാൻ 1/2 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ പാലിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നമുക്ക് പാലിലൊന്ന് മിക്സാക്കി വയ്ക്കാം. എന്നിട്ട് പാല് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ കസ്റ്റാർഡ് പൗഡർ മിക്സാക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അധികമായിട്ട് കട്ടയായി മാറണ്ട. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചവ്വരി സേമിയയും കൂടി അതിലേക്ക് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. നമ്മളത് കഴിക്കാനെടുക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ സെറ്റാക്കാൻ വെച്ചിരുന്ന ആ കോൺഫ്ലവറിൻ്റെ അതുണ്ടല്ലോ, അത് നമുക്ക് ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സാണ് ഉള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്രൂട്ട്സൊക്കെ നമുക്ക് അരിഞ്ഞിട്ട് നമ്മൾ ഈ തണുത്ത നമ്മളുടെ ആ മിക്സ് ഉണ്ടല്ലോ, പാലിൻ്റെ നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ആപ്പിള്, മുന്തിരി, പിന്നെ അതുപോലെ പഴം ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തണ്ണിമത്തനാണ് ഇട്ട് കൊടുക്കുന്നത്. തണ്ണിമത്തൻ നമ്മൾ ഇത് ഇപ്പോൾ കഴിക്കണില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം ഇട്ട് കൊടുക്കരുത്. നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സമയത്ത് മാത്രം തണ്ണിമത്തൻ ഇടാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോൺഫ്ലവറിൻ്റെ അതും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 സ്പൂണ് കസ്കസ് കുതിർത്തിയതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും ബദാമും കൂടിയിട്ട് ചീവിയതും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതും കൂടി ചേർത്ത് വരുമ്പോൾ. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അതെല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ആക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൽ തണ്ണിമത്തൻ ഇടുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് മാത്രം തണ്ണിമത്തൻ അതിലേക്ക് ഏടാക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം തണ്ണിമത്തൻ വെള്ളമാണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. താങ്ക് യു.